അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിച്ചാലോ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 4th യൂണിറ്റ് ആയ വൃത്തി നൽകും ശക്തി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കാം. അപ്പൊ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൃത്തിയുള്ള ശരീരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വൃത്തിയുള്ള ശരീരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്കറിയാം അല്ലെ, നമുക്ക് വൃത്തി വേണം. വൃത്തി ഉണ്ടെങ്കിൽ മാത്രമാണ് പല പല അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? എല്ലാ ദിവസവും കുളിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ഇനി കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മലിനമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. മലിനമായ വെള്ളത്തിൽ ഒരിക്കലും കുളിക്കരുത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയൊക്കെ നമ്മൾ തോർത്തും അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ തോർത്തുന്ന സമയത്ത് അതിനുവേണ്ടി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് കഴുകി ഉണക്കി നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമൊന്നും അല്ല, ഇതിലേറെ കാര്യങ്ങൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് വൃത്തിയായിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീന് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ കഴുകണം. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും പിന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ബ്രഷ് നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് കൈ കഴുകേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനലിൽ മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ എനിവേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നേ. അവിടെ ഇപ്പൊ ആരോഗ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ? കൊതുകിനെ കാണാൻ പറ്റുന്നുണ്ട്, ഈച്ചേനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പരത്തുന്ന കുറച്ച് രോഗങ്ങളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ, അതുപോലെ തന്നെ എന്താണ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയവ. ഇനി അതേസമയം നമ്മുടെ ഈച്ച പരത്തുന്ന രോഗമാണ് നമ്മുടെ വയറിളക്കം, കോളറ തുടങ്ങിയവ. ഇനി ഇവ രണ്ടു മാത്രമൊന്നുമല്ല, ജലത്തിലൂടെയും കുറച്ച് രോഗങ്ങൾ പകരും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡയറിയ അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം എന്ന് പറയും. പിന്നെ കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ കൊതുകിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പൊ ഇവയൊക്കെ ഇങ്ങനെ മലിനമാകണമെങ്കിൽ അല്ലെങ്കിൽ ഈച്ചയും കൊതുകും ഒക്കെ ഇങ്ങനെ വളരെ പെരുകണമെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? നമ്മുടെ പരിസരം വൃത്തിയില്ലാത്തതാണ്. അപ്പൊ നമ്മളെ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ പരിസരവും നമ്മൾ വൃത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള മക്കളായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം എന്നറിയാവോ? ഈ കൊതുകിലൂടെയും ഈച്ചയിലൂടെയും എലിയിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്റ്റിലൂടെയും വരുന്ന കുറച്ച് രോഗങ്ങളും അവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അത് മിസ് എന്താണെങ്കിലും ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം മീഡിയം മക്കൾക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം മക്കൾക്കും ഇവിടെ മിസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു രോഗത്തിന്റെ പേരെങ്കിലും ഇങ്ങനെ പഠിക്കണം കേട്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഒന്ന് ഓടിച്ച് പഠിച്ചു പോയതാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്നും കൂടി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.